നല്ല ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയതാണ് ചക്കക്കുരു മാങ്ങാക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചക്കക്കുരു മാങ്ങായും മുരിങ്ങയ്ക്ക ചേർത്തുണ്ടാക്കുന്ന കറി കാണും. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ചക്കക്കുരു മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ചെയ്യുന്നത് കൽച്ചട്ടിയിലാണ്, ഏത് കുക്കറും ഉപയോഗിക്കാം. 1 കപ്പ് ചക്കക്കുരു ഇതേപോലെ 2 3 സ്ലൈസ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ സ്കിൻ ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല, റഫായിട്ട് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. അതിലേക്ക് വെള്ളം ഒഴിക്കാം. കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി അതുപോലെ ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ചക്കക്കുരു നന്നായിട്ട് വേവണം. അതിന് മുമ്പ് നമ്മൾ മാങ്ങയൊക്കെ ചേർക്കും. കുറച്ച് ഒരു ഹാഫ് കുക്കൊക്കെ ആയി കഴിയുമ്പോൾ മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ നല്ല തിള വന്നു തുടങ്ങി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇവിടെ ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1/4 കപ്പ് തേങ്ങ, ഒരു 5 അല്ലി ചുവന്നുള്ളി, 3 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. പച്ചമുളക് അരയ്ക്കുന്നതിന് പകരം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടാലും മതി. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരയ്ക്കുക. ഇതേപോലെ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇത് നമുക്ക് ചക്കക്കുരുവിൻ്റെ പരുവൊന്ന് ചെക്ക് ചെയ്യാം. വെന്തിട്ടുണ്ട്. ഈ പരുവത്തിന് നമുക്ക് ഈ മാങ്ങയൊക്കെ ചേർക്കാം. ഞാൻ ഒരു മാങ്ങ എടുത്തേക്ക്, നല്ല പുളിയാണ്, പക്ഷെ ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. നല്ല പച്ചമാങ്ങ നോക്കിയെടുക്കുക. ഒരു മാങ്ങ, അതേപോലെ തന്നെ ഒരു വലിയ മുരിങ്ങയ്ക്ക. ഇനി ഇത് വീണ്ടും അടച്ച് മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കാവുന്ന വരെ കുക്ക് ചെയ്യും. അപ്പോൾ നന്നായിട്ട് വേവുന്ന നോക്കിയാൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന കുക്ക് വെയറും അല്ലെങ്കിൽ തീയുടെ ഫ്ലെയിമും ഒക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈം എപ്പോഴും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവണം, അത് മാത്രം നോക്കുക. എനിക്കിപ്പോൾ എടുത്തേക്കുന്ന ഏകദേശം ഒരു 10 മിനിറ്റാണ്. ഇനി ഇതിലേക്ക് അരച്ച മിക്സ്ചർ ചേർക്കാം. അരച്ച മിക്സ്ചർ ചേർത്ത് ആ മിക്സി ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. നമുക്ക് കടുക് വറുക്കാം. അപ്പം മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഉടച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ പുളി ആവശ്യത്തിന് ബാലൻസ് ചെയ്യാം. കടുക് വറുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ, ഒരു 2 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ സ്ലൈസ് ചെയ്തത് ഇടുക, 2 ഉണക്കമുളക്, ചെറിയൊരു പിടി കറിവേപ്പില. ഇതിലേക്ക് വളരെ ചെറിയൊരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം.
അതുപോലെ ചെറിയ നിറത്തിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇതിനുള്ളിലൂടെ ചേർക്കുക ലാസ്റ്റ്. അപ്പോൾ കടുക് പൊട്ടിച്ചതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. സെർവിങ് ബോളിലേക്ക് മാറ്റും. മുരിങ്ങയ്ക്കൊക്കെ അധികം വെന്ത് പോകാണ്ട് എടുക്കുക എപ്പോഴും. നല്ല രുചിയുള്ള ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്കയിട്ട കറി റെഡിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്, പ്രത്യേകിച്ച് മട്ടാരി ചോറിൻ്റെ കൂടെ. അപ്പോൾ ചക്ക സീസൺ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഇത്. അപ്പം മുരിങ്ങ ഇല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയും തന്നെ ഇട്ടിട്ടാണെങ്കിലും ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.